അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ സമാധാന പദ്ധതിയുടെ അടുത്ത ഘട്ടത്തിലേക്ക് നീങ്ങുന്നതിന്റെ ഭാഗമായി യുദ്ധത്തിൽ കൊല്ലപ്പെട്ട 15 പലസ്തീനികളുടെ മൃതദേഹങ്ങൾ ഇസ്രായേൽ വിട്ടുകൊടുത്തു. അവസാനത്തെ ഇസ്രായേൽ ബന്ദിയുടെ മൃതദേഹം ഗാസയിൽ നിന്ന് കണ്ടെടുത്തതിന് പിന്നാലെയാണ് ഈ നടപടി. ഒക്ടോബറിൽ ഇസ്രായേലും ഹമാസും തമ്മിലുണ്ടാക്കിയ വെടിനിർത്തൽ കരാർ കൂടുതൽ ശക്തമാക്കാൻ ഈ നീക്കം സഹായിക്കുമെന്നാണ് മധ്യസ്ഥരായ ഈജിപ്തും ഖത്തറും പ്രതീക്ഷിക്കുന്നത്. ഒക്ടോബർ 7-ന് ഹമാസ് നടത്തിയ ആക്രമണത്തിനിടെ തടവിലാക്കിയ 251 ബന്ദികളിൽ ഒരാളായ റോൺ ഗിലിയുടെ മൃതദേഹം കഴിഞ്ഞ ദിവസമാണ് ഇസ്രായേൽ സൈന്യം കണ്ടെത്തിയത്. ഇതോടെ കരാറിന്റെ ഒന്നാം ഘട്ടത്തിലെ സുപ്രധാന വ്യവസ്ഥയായ ബന്ദികളുടെയും കൊല്ലപ്പെട്ടവരുടെ മൃതദേഹങ്ങളുടെയും കൈമാറ്റം ഏകദേശം പൂർത്തിയായി. അന്താരാഷ്ട്ര റെഡ് ക്രോസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മൃതദേഹങ്ങൾ ഗാസയിലേക്ക് എത്തിച്ചത്. കുടുംബങ്ങളെ പുനഃസമാഗമിപ്പിക്കുന്നതിനും വെടിനിർത്തൽ കരാർ നടപ്പിലാക്കുന്നതിനുമായി മാസങ്ങൾ നീണ്ട പ്രവർത്തനമാണ് റെഡ് ക്രോസ് നടത്തിയത്. ഒക്ടോബർ മുതൽ ഇതുവരെ ഹമാസ് 20 ജീവനുള്ള ബന്ദികളെ വിട്ടയച്ചപ്പോൾ ഇസ്രായേൽ 1808 പലസ്തീൻ തടവുകാരെ മോചിപ്പിച്ചു. കൊല്ലപ്പെട്ട 27 ഇസ്രായേൽ ബന്ദികളുടെയും 360 പലസ്തീനുകളുടെയും മൃതദേഹങ്ങൾ ഇതുവരെ കൈമാറിയിട്ടുണ്ട്. ഗാസയിലെ ആരോഗ്യ മന്ത്രാലയം മൃതദേഹങ്ങൾ ഏറ്റുവാങ്ങിയെങ്കിലും പലതും തിരിച്ചറിയാൻ കഴിയാത്ത അവസ്ഥയിലാണ്. തിരിച്ചറിയാത്ത മൃതദേഹങ്ങൾ കൂട്ടക്കുഴിമാടങ്ങളിലാണ് സംസ്കരിക്കുന്നത്. വെടിനിർത്തൽ നിലവിലുണ്ടെങ്കിലും ഗാസയിൽ പലയിടത്തും ആക്രമണങ്ങൾ തുടരുന്നതിൽ ആശങ്കയുണ്ടാക്കുന്നുണ്ട്. കിഴക്കൻ ഖാൻ യൂനിസിൽ ഇസ്രായേൽ സൈന്യം നടത്തിയ ആക്രമണത്തിൽ 2 പലസ്തീനികൾ കൊല്ലപ്പെട്ടു. തങ്ങളുടെ സൈനികരെ ആക്രമിക്കാൻ പദ്ധതിയിട്ട തീവ്രവാദിയെ ലക്ഷ്യമിട്ടാണ് കൃത്യമായ ആക്രമണം നടത്തിയതെന്ന് ഇസ്രായേൽ അവകാശപ്പെടുന്നുണ്ട്. ഒക്ടോബറിൽ വെടിനിർത്തൽ നിലവിൽ വന്നതിന് ശേഷം നടന്ന ഇസ്രായേൽ ആക്രമണങ്ങളിൽ 490 പലസ്തീനികൾ കൊല്ലപ്പെട്ടതായി ഗാസ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. ഇതേ കാലയളവിൽ 4 ഇസ്രായേൽ സൈനികരും കൊല്ലപ്പെട്ടിട്ടുണ്ട്. സമാധാന പദ്ധതി രണ്ടാം ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ ഹമാസ് ആയുധങ്ങൾ താഴെ വയ്ക്കുക എന്ന കടുത്ത വെല്ലുവിളിയാണ് അമേരിക്കയ്ക്ക് മുന്നിലുള്ളത്. ഹമാസ് ഇത് കാലങ്ങളായി എതിർക്കുന്ന കാര്യമാണ്. ഇതിനു പുറമെ ഗാസയിൽ അന്താരാഷ്ട്ര സമാധാന സേനയെ വിന്യസിക്കാനുള്ള നിർദ്ദേശവും ട്രംപിന്റെ പദ്ധതിയിലുണ്ട്. വെടിനിർത്തൽ ലംഘനങ്ങളെ ചൊല്ലി ഇരുപക്ഷവും പരസ്പരം പഴിചാരുന്നത് തുടരുന്ന സാഹചര്യത്തിൽ സമാധാന കരാറിന്റെ ഭാവി നിർണായകമാണ്. എന്നാൽ ഗാസയെയും ഈജിപ്തിനെയും ബന്ധിപ്പിക്കുന്ന റഫ അതിർത്തി കാൽനട യാത്രക്കാർക്കായി വീണ്ടും തുറക്കാൻ ഇസ്രായേൽ തീരുമാനിച്ചിരിക്കുന്നു. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നോട്ട് വെച്ച 20 സമാധാന പദ്ധതിയുടെ ഭാഗമായാണ് ഈ നീക്കം. എന്നാൽ ഗാസയിൽ അവശേഷിക്കുന്ന അവസാന ഇസ്രായേലി ബന്ദിയുടെ മൃതദേഹം വീണ്ടെടുക്കാനുള്ള സൈനിക നടപടി പൂർത്തിയായാൽ മാത്രമേ അതിർത്തി തുറക്കൂ എന്ന് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ഓഫീസ് ഞായറാഴ്ച രാത്രി വ്യക്തമാക്കിയിരുന്നു. അതേസമയം ട്രംപിന്റെ സമാധാന പദ്ധതി ഇപ്പോൾ രണ്ടാം ഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ഇതിന്റെ ഭാഗമായി ഗാസയിൽ നിന്നും ഇസ്രായേൽ സൈന്യത്തെ പിൻവലിക്കാനും ഗാസയുടെ ഭരണം ഹമാസ് വിട്ടുകൊടുക്കാനും ധാരണയുണ്ട്. ഇസ്രായേലിന്റെ കർശനമായ സുരക്ഷാ പരിശോധനകൾക്ക് വിധേയമായി മാത്രമേ ആളുകളെ അതിർത്തി കടക്കാൻ അനുവദിക്കൂ. 2024 മുതൽ അതിർത്തിയുടെ ഗാസ വശം ഇസ്രായേൽ സൈന്യത്തിന്റെ നിയന്ത്രണത്തിലാണെന്നും അറിയിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.